നമസ്കാരം. നമസ്കാരം. നമ്മൾ സുഖോയ് യുദ്ധവിമാനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇന്ത്യക്ക് അതുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തരായ ഒരു ടീമാണ് സുഖോയ് യുദ്ധവിമാനങ്ങൾ. റഷ്യൻ നിർമ്മിതമാണ്. നമ്മളിനി കേൾക്കാൻ പോകുന്നത് സുഖോയ് യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ലൈസൻസോടെ ഇന്ത്യ ഗവൺമെന്റ് നിർമ്മിക്കുന്നുണ്ട്. ഉണ്ട്. നമ്മളിനി കേൾക്കാൻ പോകുന്നത് സുഖോയ് യുദ്ധവിമാനങ്ങളുടെ ഇരട്ട എഞ്ചിനുള്ള ആഭ്യന്തര യാത്രാ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് റഷ്യയിലെ യുണൈറ്റഡ് എയർക്രാഫ്റ്റുമായിട്ട് ഇന്ത്യയുടെ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ധാരണാപത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഹൈദരാബാദിലെ എയർ ഷോയിൽ വെച്ചാണ് പരിപാടി അവർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് ആവശ്യമുള്ള സുഖോയ് യാത്രാ വിമാനങ്ങൾ SJ-100 പഴയ സുഖോയ് ആ വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ പരമാവധി നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രകാരം ഇന്ത്യയുടെ ലക്ഷ്യം. ആ വിമാനത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇരട്ട എഞ്ചിനാണെന്നറിയാം. മറ്റു പ്രത്യേകതകൾ നമ്മളെ ഉഡാൻ എന്ന് പറയുന്ന അതായത് ചെറിയ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതി ഈ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ചെറിയ നഗരങ്ങളെ ബന്ധിപ്പിക്കുമ്പോഴത്തേക്ക് വിമാനങ്ങളുടെ ശേഷിയും ചെറുതായിരിക്കണം. കാര്യം വലിയ വിമാനങ്ങൾ വെച്ചിട്ട് ചെറിയ ഡെസ്റ്റിനേഷൻസ് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല, എക്കണോമിക്കലല്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ വിമാനങ്ങളുടെ നിർമ്മാണം ഏകദേശം 1500ഓളം ചെറിയ വിമാനങ്ങളാണ് ഇന്ത്യക്ക് അടുത്ത 10 വർഷം കൊണ്ട് വേണ്ടി വരുന്നതെന്നാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കൂട്ടൽ. അപ്പോൾ അത് ഇന്ത്യയുടെ ഇപ്പോഴത്തുള്ള ഒരു പോളിസി അനുസരിച്ചിട്ട്, നമ്മുടെ ആത്മനിർഭർ ഭാരത് അനുസരിച്ചിട്ട് നമ്മൾ ഇന്ത്യയിൽ നിർമ്മിച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം ഈ ഇറക്കുമതി ചെയ്യുന്നതിനോട് നമ്മൾ വളരെ ഒരു വിമുഖത കുറച്ചു കാലമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുപാട് മേഖലകളിൽ നമ്മൾ ഇറക്കുമതിയുടെ ആ ഒരു കണ്ടൻറ്റ് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വിമാനങ്ങളായാലും ശരി, ബഹിരാകാശയാനങ്ങളായാലും ശരി, എല്ലാത്തിലും ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് 70% കൂടുതൽ ഇന്ത്യൻ കണ്ടൻറ്റ് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഇന്ത്യ ഗവൺമെൻറ് വളരെ കാലമായിട്ട് പിന്തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ SJ-100 എന്നുള്ള പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഏകദേശം ഇതിൻ്റെ ഒരു യാത്രാ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേരാണ്. അത് 80 തൊട്ട് 103 വരെ ആകാം. അപ്പം 100ഓളം പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ചെറു യാത്രാ വിമാനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാരോ ബോഡിയാണ്. അതായത് ബോഡി വളരെ മെലിഞ്ഞ ബോഡിയാണ്. നീളം കൂടുതലും വീതി കുറവുമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. സൂപ്പർ ജെറ്റ് ആണ്. അതെ. അവരിപ്പം അതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് NPO സാറ്റേൺ എന്ന് പറഞ്ഞ കമ്പനിയും സഫ്രാൻ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയും കൂടെ ചേർന്ന് നിർമ്മിക്കുന്ന പവർ ജെറ്റ് SAM 146 എന്ന് പറയുന്ന എഞ്ചിനാണ് ഇപ്പോൾ അതിനകത്ത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റഷ്യയും ഈ പറഞ്ഞ പോലെ സ്വന്തം സാങ്കേതിക വിദ്യ വേണം എന്നുള്ള നിർബന്ധത്താൽ അവർ PD-8 എന്ന് പറയുന്ന ഒരു എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് സക്സസ്ഫുള്ളായിട്ട് അവർ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി വരാൻ പോകുന്ന വെർഷനുകളിൽ അവർ ഈ PD-8 എഞ്ചിനായിരിക്കും ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പോകുന്നത് എന്നാണ് നമ്മുടെ കണക്കൂട്ടലുകൾ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതൽ സമയം പറക്കാനും കൂടുതൽ സ്പീഡിൽ പറക്കാനും കഴിയും. ഏകദേശം 870 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഇതിന് പറക്കാൻ സാധിക്കും. 3500 തൊട്ട് 4500 വരെ കിലോമീറ്ററുകൾ ഒരു സ്ട്രെച്ചിൽ അതിന് പറക്കാൻ സാധിക്കുമെന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇന്ത്യക്ക് ക്രോസ് കൺട്രി ആയിട്ട് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നിർത്താതെ പറക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു വിമാനമാണ്. അതുമല്ല, നമ്മൾ ഈ മറ്റ് വലിയ രാജ്യങ്ങൾ, അതായത് അമേരിക്കയും ഫ്രാൻസും ഒക്കെ ഈ ചെറു വിമാനങ്ങൾ അധികമായിട്ട് ഉണ്ടാക്കുന്നില്ല. അവർ ബോയിങ്ങും എയർബസും ഒക്കെ ഉണ്ടാക്കുന്നത് വലിയ വിമാനങ്ങളാണ്. അത് നമ്മളുടേതായിട്ടുള്ള ഒരു കണക്ടിവിറ്റിക്ക് പറ്റിയ ഒരു കാര്യമല്ല. അതൊരു മെട്രോ ടു മെട്രോ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഈ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ലഭ്യമാവുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് പുറത്തോട്ട് പോകുന്നു എന്നുള്ളത് ഒരു നേട്ടമാണ്. നമുക്ക് പോകുന്നില്ല, ഈ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട്. രണ്ടാമത്, ഇതിൽ നമ്മളെ ഈ എയറോസ്പേസ് മേഖലകളിൽ ഒരുപാട് കോൺട്രാക്റ്റുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഡിഫൻസ് മേഖലയിലായാലും ശരി തന്നെ, സിവിലിയൻ യാത്രയിലായാലും ശരി തന്നെ, മറ്റ് ആയുധങ്ങളുടെ മേഖലയിലായാലും ധാരാളം ഈ ആത്മനിർഭർ ഭാരതത്തിൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളുടെ എണ്ണം, അതിൻ്റെ ഗുണത്തിലും വ്യത്യാസമുണ്ട്. കാര്യം നമ്മൾ സാധാരണ ഒരു സാലറി ആയിരിക്കില്ല ഇത്തരം ടെക്നോളജി ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കോൺട്രാക്റ്റ് നമുക്ക് ലഭിക്കുക.
3, നമ്മുടെ സെൽഫ് റിലയൻസ് ആവുന്നു എന്നുള്ളത് ഇതുപോലെ ഒരു യുദ്ധവും മറ്റു കാര്യങ്ങളോ വരുമ്പോഴത്തേക്ക് നമുക്ക് രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതെല്ലാം കൂടെ സംഭവിക്കുന്നു എന്നുള്ളത് വലിയ ശുഭകരമായ ഒരു കാര്യമാണ്. ഇന്ത്യ തന്നെ ഇതിനൊരു ബാക്ക്ഡ്രോപ്പ് ഉണ്ട്. ഇന്ത്യ തന്നെ സരസ് എന്ന് പറഞ്ഞ ഒരു വിമാനം, ചെറിയ യാത്രാ വിമാനം നമ്മൾ ഡെവലപ്പ് ചെയ്തു. പക്ഷേ അത് ഇനിയും സക്സസ്ഫുള്ളായിട്ട് കമേഴ്ഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല. അതായത് ഇന്ത്യക്ക് ഈ ഒരു വ്യോമയാന രംഗത്ത് ഇന്ത്യയുടെ കഴിവുകൾ ഒരുപാട് പുറകിൽ നിൽക്കുകയാണ്. കാര്യം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഊന്നുവടി ഉപയോഗിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഊന്നുവടി നമുക്ക് ഉപേക്ഷിക്കാൻ തോന്നില്ല എന്ന് പറഞ്ഞ മാതിരി ഈ ഫോറിൻ ഡിപ്പെൻഡൻസിലായിരുന്നു നമ്മുടെ ആദ്യം തൊട്ടേ ഉള്ള തുടക്കം. ഇപ്പോൾ റഷ്യയിൽ നിന്നായാലും മറ്റ് രാജ്യങ്ങളിൽ നിന്നായാലും വിമാനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കൾച്ചർ നമുക്കുണ്ടായിരുന്നു. നമ്മളെല്ലാം ടെക്നോളജി ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പല ഉപരോധങ്ങളും ഇന്ത്യക്ക് വന്നപ്പോഴത്തേക്ക് ആ ഉപരോധങ്ങൾ കാരണം നമ്മൾ ഇതെല്ലാം സ്വന്തമാക്കാൻ തുടങ്ങി. ഇപ്പോൾ വാങ്ങിക്കുന്നവരിൽ നിന്ന് ടെക്നോളജിയും കൂടെ ചേർത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് പുറത്തോട്ട് പോകുന്നില്ല. മാത്രമല്ല നമ്മുടേത് എന്നുള്ള ഒരു അഭിമാനം ഇതിൻ്റെ ഒക്കെ ഉപരിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എന്തായാലും സൂപ്പർ ജെറ്റ് ഇന്ത്യയുടെ ആകാശങ്ങളെ കീഴടക്കുന്ന അഭിമാനകരമായ ഒരു നിമിഷം നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സുഖോയ് വിമാനം, യുദ്ധവിമാനം, ഇന്ത്യയുടെ കയ്യിലുള്ള യുദ്ധവിമാനം, അത് വേഗതയുടെ കാര്യത്തിലായാലും 40 മിനിറ്റ് കൊണ്ട് പൂനെയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ട് വിമാനം മുമ്പൊരിക്കൽ. അങ്ങനെ അതിൻ്റെ വേഗത, ഇവിടെ ഒരു എയർ ഷോ നടന്നപ്പോൾ അതിൻ്റെ വേഗത നമ്മളെല്ലാം അറിഞ്ഞതാണ്. അപ്പോൾ അത്രമാത്രം ശക്തമായ എഞ്ചിൻ അല്ലെങ്കിലും ഇരട്ട എഞ്ചിനാണ് ഇപ്പോൾ ഈ പുതിയ നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ പോകുന്ന ഈ വിമാനത്തിനുള്ളത്. ഇതിനൊപ്പമാണ് HALൻ്റെ തേജസ് വിമാനങ്ങൾ, തേജസ് MK1, തേജസ് അടുത്ത 4.5 വെർഷൻ, അങ്ങനെ പലതരം വിമാനങ്ങളും HAL ഇന്ത്യക്ക് വേണ്ടി, വ്യോമസേനയ്ക്ക് വേണ്ടി ഇറക്കുന്നുണ്ട്. ഇത് ആഭ്യന്തര യാത്രയ്ക്ക് വേണ്ടിയുള്ള വിമാനമാണ്. യാത്രാ സൗകര്യം ഒരല്പം ഒരു കൂടുതലായിരിക്കുമെന്ന ഒരു സംശയമുണ്ട്. പക്ഷേ ഈ ചെറു വിമാനങ്ങൾ കൊണ്ട് നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള യാത്രാ സർവീസുകൾ കുറഞ്ഞത് 500 വിമാനങ്ങളുടെ ആവശ്യകതയെങ്കിലും ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഉഡാൻ പദ്ധതി പ്രകാരം യഥേഷ്ടം വിമാനങ്ങൾ ഇന്ത്യക്ക് വേണ്ടി വരും, ഇന്ത്യയിലെ ചെറുകിട വിമാന കമ്പനികൾക്ക്. അങ്ങനെയാണെങ്കിൽ ഇത്തരമൊരു വിമാനം റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് ലിമിറ്റഡുമായി ചേർന്നുള്ള ഈ ഒരു വിമാന നിർമ്മാണം അത് എന്തുകൊണ്ടും ഇന്ത്യയുടെ തദ്ദേശീയമായ കഴിവുകൾ അത് വികസിപ്പിക്കുന്നത് തന്നെയായിരിക്കും. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.